ഈ ഒരു മാസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മാസമാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു മാസവും ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ ദുഃഖിച്ചതും വിഷമിച്ചതും ആഹാരം പോലും സമയത്ത് കഴിക്കാത്തതും നേരാവനെ ഉറങ്ങാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു മാസമായിരുന്നു ഈ മാസം. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. അവരോട് തന്നെ നെഗറ്റീവ് ഇടാൻ തുടങ്ങിയപ്പോൾ ഫുൾ അതെ. ഇനി എൻ്റെ ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം. ഇനി എങ്ങോട്ട് ഏത് എന്നൊന്നും അറിയാതെ. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഓഫ് ദ ഡേ അതെൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അനിയനാണ്. അപ്പം ഇതെന്ത് വന്നാലും അത് നമ്മളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല. ഇതൊക്കെ മാറും. ജീവിതം പഴയ പോലെയൊക്കെ ആവും. ഞാനിപ്പോൾ കുറേ റെൻ്റൽ ഹൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ വണ്ടി എടുക്കുക, പോവുക, ഒരു 10-20 വീടൊക്കെ നോക്കുക, എന്നിട്ട് തിരിച്ച് വീട്ടിൽ ഇവിടെ വരിക, മൃദുലയെടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുക, എന്നിട്ട് പിന്നെ പിറ്റേന്ന് മൃദുലയായിട്ട് പോവുക, വരിക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓട്ടപ്പാച്ചലിൻ്റെ ഇടയ്ക്ക് അത്രയും വിഷമത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ കമൻസ് കൂടി വായിക്കുമ്പം മാനസികമായിട്ടങ്ങ് വളരെ താഴോട്ട് പോകും. അപ്പം ഇന്നും ഇപ്പം എന്താണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ് വീട് പോകാൻ നോക്കാനായിട്ട്. കുറച്ച് അല്ലാണ്ട് വില്ലാസൊക്കെ നോക്കുന്നുണ്ട് കുറേ. പിന്നെ ഇത്രയും നാളും സ്വന്തം വീട്ടിൽ ഒക്കെ കിടന്നിട്ട് പെട്ടെന്നൊരു വാടക വീട്ടിലോട്ടൊക്കെ പോകുമ്പം അത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പം അത് മനസ്സിനെ ഭയങ്കരമായിട്ട് തളർത്തുന്നുണ്ട്. എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുന്നുണ്ട് വേറെ വില്ലാസ് അങ്ങനത്തെ കുറച്ച് നമ്മുടെ ബഡ്ജറ്റിലൊക്കെ നോക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഒന്നും കൂടി ശരിയാവുന്നില്ല, എല്ലാം റെഡിയാവും. ഇനി കുറച്ച് മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്